ഗഗനോയിഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബാബു. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു 1.5 വോൾട്ട് ബാറ്ററി വെച്ച് വർക്ക് ചെയ്യുന്ന ഒരു LED ഫ്ലാഷർ സർക്യൂട്ടാണ്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ LED കത്താൻ ആവശ്യമുള്ള മിനിമം വോൾട്ടേജ് എന്ന് വെച്ചാൽ 1.9 വോൾട്ടാണ്, അതും ഗ്രീൻ LEDക്ക്. പക്ഷേ നമ്മളിവിടെ ഉണ്ടാക്കുന്ന സാധനം വെച്ച് ഏത് LED വേണമെങ്കിലും ഫ്ലാഷ് ചെയ്യാൻ പറ്റും. മാത്രമല്ല, നമ്മൾ ഇതിനകത്ത് ഒരു ഇൻഡക്ടറും യൂസ് ചെയ്യുന്നില്ല, കോയിലോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. വെറും കപ്പാസിറ്ററും റെസിസ്റ്ററും 2 ട്രാൻസിസ്റ്ററും വെച്ചുള്ള ഒരു കളിയാണ് കളിക്കാൻ പോകുന്നത്. ഞാനിതിൻ്റെ കംപ്ലീറ്റ് സർക്യൂട്ട് ഡയഗ്രാം ഇതിൻ്റെ വീഡിയോയുടെ എൻഡിൽ കൊടുത്തിട്ടുണ്ടേ. ഞാൻ ഉള്ള കാര്യം പറയാം. ഈ ഒരു സർക്യൂട്ട് ഒരു കോമൺ ബോർഡിലോ PCBയിലോ അസംബിൾ ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം. പക്ഷേ തുടക്കക്കാരായിട്ടുള്ള ഇലക്ട്രോണിക്സുകാർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പിന്നിൽ ഡയറക്റ്റായിട്ട് സോൾഡർ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്കും ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കും കറക്റ്റായിട്ട് കോമൺ ബോർഡിൽ അസംബിൾ ചെയ്യാൻ അറിഞ്ഞുകൂടാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇതാ ഈ വീഡിയോ കണ്ടിട്ട് അതിനകത്ത് എങ്ങനെയാണോ ചെയ്തേക്കുന്നത് അതുപോലെ ഫോളോ ചെയ്താൽ മതി, ഇത് വർക്ക് ചെയ്യും. അപ്പോൾ അവർക്ക് ഇലക്ട്രോണിക്സ് പഠിക്കാനായിട്ടുള്ള ഒരു എൻകറേജ്മെൻറ്റ് കൂടി കിട്ടും. കാരണം വെച്ചാൽ നമ്മളൊരു സാധനം ഉണ്ടാക്കിയിട്ട് വർക്ക് ചെയ്യാതിരുന്നാലാ നമുക്ക് മടുപ്പ് ഫീൽ ചെയ്യും. പക്ഷെ വർക്ക് ചെയ്താലോ വളരെ സന്തോഷവും പിന്നെ ഒരു അടുത്തത് ചെയ്യാനുള്ള ഒരു ത്വരയും കൂടെ ഉണ്ടാവും. അപ്പം അതിന് വേണ്ടിയിട്ടും കൂടെയാണ് ഞാനിത് പിന്നിൽ ഡയറക്റ്റായിട്ട് സോൾഡർ ചെയ്തത്. ഇത് കോമൺ ബോർഡിലാണ് ഡയറക്റ്റായിട്ട് അസംബിൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് വളരെ കോമ്പാക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ഇത് ഫ്ലാഷ് ചെയ്ത് യൂസ് ചെയ്യണോണ്ട് ഏകദേശം 1-2 വർഷം ഈ ബാറ്ററി സുഖമായിട്ട് ഓടും. കാരണം വെച്ചാൽ ഇത് വളരെ ഷോർട്ട് ടൈമിലാണ് ഫ്ലാഷ് ചെയ്യുന്നത്. നല്ല ബ്രൈറ്റ് ആണെങ്കിലും വളരെ ഷോർട്ട് ടൈമിൽ ഇതൊന്ന് ഫ്ലാഷ് ചെയ്ത് നിൽക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, ഈ സർക്യൂട്ട് 1.5 വോൾട്ടിലേ വർക്ക് ചെയ്യുള്ളൂ. നിങ്ങളിത് 3 വോൾട്ടിലോ 3.7 വോൾട്ട് ലിഥിയം വോൾട്ടിലോ ഒന്നും പിടിച്ച് കൊടുത്താൽ ഇത് വർക്ക് ചെയ്യില്ല. വളരെ ഷാർപ്പായിട്ട് അല്ലെങ്കിൽ ഫാസ്റ്റായിട്ട് ഇത് ഫ്ലാഷ് ചെയ്യും. 1.5 വോൾട്ടിലാണ് വളരെ എഫക്റ്റീവായിട്ട് ഫ്ലാഷ് ചെയ്യണം. അങ്ങനെയാണ് ഇത് ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. ഏതായാലും നമുക്ക് ഈ അസംബ്ലിങ് അങ്ങ് കണ്ടിന്യൂ ചെയ്യാം.
നമുക്കിനി ഇതിനെ ഒന്ന് ടെസ്റ്റ് ചെയ്യാം. അതിന് വേണ്ടി ഞാൻ ഒരു 1.5 വോൾട്ട് ബാറ്ററി എടുത്തിട്ടുണ്ട്. ബാറ്ററിയിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് കാണാം ആ LED ഫ്ലാഷ് ചെയ്യണത്. ഇതിന് പക്ഷേ വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല. അതിന് കാരണം എന്ന് വെച്ചാൽ എൻ്റെ സ്റ്റുഡിയോയിലെ ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്രൈറ്റാണ്. അത് കാരണമാണ് ഇത് നമുക്ക് ഫ്ലാഷ് വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഞാൻ ഒരു കാര്യം ചെയ്യാം, സ്റ്റുഡിയോയുടെ ലൈറ്റെല്ലാം ഓഫ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചില്ല. എന്നാലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഫ്ലാഷ് ചെയ്യുന്നത്. കാരണം ഇതൊരു യെല്ലോ LED ആയതുകൊണ്ടാണ് ഇങ്ങനെ കത്തുന്നത്. ഇനിയിപ്പം ഗ്രീനോ വൈറ്റ് LED ആയിരുന്നെങ്കിൽ സൂപ്പറായിട്ട് കത്തിയാണ് കേട്ടോ. ഞാൻ ഏതായാലും സ്റ്റുഡിയോയിലെ ലൈറ്റ് ഓഫ് ചെയ്യാം. കണ്ടോ, സ്റ്റുഡിയോയിലെ ലൈറ്റ് ഓഫ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു വളരെ പെർഫെക്റ്റ് ആയിട്ട് ഇത് കത്തും. നല്ല ബ്രൈറ്റായിട്ട് ക്യാമറയിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ റൂമിൽ ഒരു നോർമൽ 22 വാട്ടിൻ്റെ ഒരു 4D ട്യൂബ് മാത്രമേ കത്തിച്ച് വെച്ചിട്ടുള്ളൂ. ബാക്കി ഫ്ലഡ് ലൈറ്റുകളെല്ലാം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ബ്രൈറ്റ്നസ്സിൽ കൂടി നിങ്ങൾക്ക് LED-യുടെ വെളിച്ചം നല്ല വിധത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇതൊരു വൈറ്റ് LED ആയിരുന്നു ഇതിനേക്കാൾ എഫക്റ്റീവ് ആയിരുന്നു കേട്ടോ. പിന്നെ ഈ സർക്യൂട്ടും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഷെയറും ചെയ്ത് കൊടുക്കണേ. പിന്നെ വീഡിയോയെക്കുറിച്ചോ സർക്യൂട്ടിനെ കുറിച്ചോ എന്തെങ്കിലും സജഷൻസോ വല്ലതും ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മടിക്കല്ലേ. എനിക്കറിയാം ഈ സർക്യൂട്ട് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന്. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോയ്ക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ അപ്പുറത്തുള്ള ചെറിയ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ദിസ് ഈസ് ഗഗനോയിഡ് സൈനിങ് ഓഫ്. അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വരെ ചെറിയൊരു ഇടവേള.